നമുക്ക് അവിടെ പോയി നോക്കാം. വന്നേ. നീ എന്തിനാ ഇപ്പൊ അവിടെ ഒളിഞ്ഞു നോക്കാൻ പോയത്? ഞാൻ ഒളിഞ്ഞു നോക്കിയതല്ല, വരുന്ന വഴിക്ക് കേട്ടതാ. അതെ, കൊച്ചു കുട്ടികൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രം ശ്രദ്ധിച്ചാ മതി. ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ല, വലിയ കുട്ടി തന്നെയാ. ചേച്ചി, ഈ ഇടയായിട്ട് ഇവക്ക് കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയരുത്. കല്യാണം മുടങ്ങി, കാണക്കേട് നിങ്ങൾക്കും ഉണ്ടായി, എനിക്കും ഉണ്ടായി. പക്ഷെ കല്യാണം മുടങ്ങിയതിന്റെ പേരില് നമ്മൾ തമ്മിലുള്ള ബന്ധം തകരരുത്. വിശ്വ, നമുക്കിനിയും പഴയ പോലെ ബന്ധം തുടരണം. ഒരുമിച്ചുള്ള ബിസിനസ് ഒക്കെ അങ്ങനെ തന്നെ തുടരണം. അതിനി ബുദ്ധിമുട്ടാവും സാറേ. വിശ്വ, വിശ്വ, അയാള് വീണ്ടും ബന്ധം പുതുക്കാൻ വന്നിരിക്കുന്നു. നാണക്കേടൊക്കെ വരുത്തി വച്ചിട്ട് പിന്നെയും വന്നിരിക്കുക, പഴയ കണക്കും പറഞ്ഞു. എനിക്ക് പോണം. എനിക്ക് ഈ വീട്ടിൽ നിക്കണ്ട. എനിക്ക് ഈ വീട്ടിൽ നിന്ന് പ്രാന്ത് പിടിക്കും. ഇവിടേക്ക് ഞാൻ പറയട്ടെ. ദൈവം ഞാൻ പറയുന്നൊന്ന് കേക്ക്. പാറു ഒന്ന് ചിന്തിച്ചു നോക്കേ. പാറു ഡോക്ടറിനെ സ്നേഹിക്കുന്നവരും അമ്മാവരോട് പറയാൻ വേണ്ടിട്ടല്ലേ നമ്മൾ അങ്ങോട്ട് ചെന്നത്. എനിക്കൊന്നും കേക്കണ്ട. എന്നിട്ട് എന്താ അവിടെ സംഭവിച്ചതെന്ന് പാറുവിനറിയില്ലേ? പാറു ഒന്ന് ചിന്തിച്ചു നോക്ക്. പാറു കണ്ടതല്ലേ അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് പാറു കണ്ടതല്ലേ? എല്ലാരും കൂടെ നിർബന്ധിച്ചിട്ടല്ലേ പാറുവിന്റെ കതിർ മണ്ഡപത്തിൽ കൊണ്ടിരുത്തിയത്? അത് ഞാൻ പറഞ്ഞിട്ടാണോ? എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും ആരെങ്കിലും അനുവദിച്ചോ? എല്ലാരും കൂടെ തല്ലിക്കൊല്ലാനല്ലേ നോക്കിയത്? എല്ലാം കൈവിട്ടുപോയി. നമ്മൾ രണ്ടും ഒളിച്ചോടിയെന്നാ അവിടെ എല്ലാരും വിശ്വസിച്ചു. എല്ലാരും നമ്മളെ കുറ്റക്കാരാക്കിയില്ല. അതല്ലേ പാറു അവിടെ സംഭവിച്ചത്. പാറുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്റെ തെറ്റ് തന്നെ. ഞാൻ ചെയ്ത ആ തെറ്റിന് എന്റെ പിള്ളേരനുഭവിക്കണം. അവരുടെ ജീവിതം നശിപ്പിക്കണം. നാട്ടുകാരുടെ കണ്ണില് നീ ഇപ്പോ ഈ വീട്ടിലെ മരുമകളാ. ഈ രാത്രി നീ ഇവിടെ ഇറങ്ങിപ്പോയാ അത് ഈ കുടുംബത്തിന് ചീത്ത വരാം. എന്റെ പെങ്ങന്മാരുടെ ഭാവി അത് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ കെഞ്ചുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിമാരുടെ ജീവിതം വലുതാണല്ലേ? അനിയത്തിമാരെ പോലെ തന്നെ ഞാനൊരു പെണ്ണാ. അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തെ? നിങ്ങളുടെ അനിയത്തിയുടെ കഴുത്തില് ഇതേപോലെ ഒരാൾ താലി കെട്ടിയിട്ട് അവളോട് അഭിനയിക്കാൻ പറഞ്ഞ നിങ്ങൾ അത് അംഗീകരിക്കോ? ഉത്തരല്ല അല്ലേ? എനിക്ക് പാറുവിനെ പോലെ സംസാരിക്കാൻ അറിയില്ല. അതിനുള്ള പഠിപ്പും വിവരവും എനിക്കില്ല. പക്ഷെ ആരെയും പറ്റിക്കണമെന്നോ മുതലെടുക്കണമെന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. പിന്നെ ആരെങ്കിലും വിഷമിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും. കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച പ്രയാസവും വേദനയൊക്കെ എനിക്ക് ഓർമ്മ വരും. അവരെങ്കിലും സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പാറുവിന്റെ കാര്യത്തിൽ അത് തന്നെ സംഭവിച്ചത്. പാറുവിന്റെ വിഷമം കണ്ടപ്പോ എനിക്ക് സഹായിക്കണമെന്ന് തോന്നി. അല്ലാതെ എനിക്കൊരു ദുരുദ്ദേശമില്ല. കരുതിയിലേക്ക് അവലെ അമ്മയാണ് സത്യം. ദേവി അത് എന്നെ ഒന്ന് വിശ്വസിക്കും. ഇല്ല,
ഞാനിതൊന്നും വിശ്വസിക്കില്ല. ഇത് നിങ്ങളുടെ അടുത്തടവാ. ഇന്നിങ്ങനെയൊക്കെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പതിയെ പതിയെ നിങ്ങൾക്ക് എന്നെ ഭാര്യയാക്കി മാറ്റണം. അതാ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. ആകാശിടിഞ്ഞ് താഴെ വീണാലും ഭൂമി രണ്ടായി പിളർന്നാലും എന്നെ സ്വന്താക്കാന്ന് ഇരിക്കരുതണ്ട. എനിക്ക് പോണം. എനിക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട. എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഭ്രാന്ത് പിടിക്കും. എനിക്കൊന്നും കേൾക്കണ്ട. രണ്ടു ദിവസത്തെ ഉറക്കം ഇങ്ങനെ കണ്ണി നിൽക്കുക. ഇന്നെങ്കിലും ശരിക്കും ഉറങ്ങണോ? എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. കിടന്നാ ഞാൻ ഇപ്പൊ ഉറങ്ങും. ചേച്ചി, നാളത്തെ ഊണിന് സ്പെഷ്യൽ എന്തെങ്കിലും വേണ്ടേ? ഏട്ടത്തിയമ്മ വന്നിട്ട് ആദ്യത്തെ ദിവസമല്ലേ? ഇന്ന് രാത്രിയോ നേരാവണ്ണോ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. ഏട്ടത്തിയമ്മക്ക് എന്ത് തോന്നിയോ ആവും. എന്ത് തോന്നാൻ? നമ്മുടെ പാറുവല്ലേ, നമ്മുടെ പാറുവിന് മനസ്സിലാവും. അതെ, അത് അവിടെ ഏട്ടന്റെ ബെഡ്റൂമിൽ നിന്ന് എന്തൊക്കെയോ ബഹളം കേൾക്കുന്നു. വാ, നമുക്ക് അവിടെ പോയി നോക്കാം. ഇങ്ങ് വന്നേ. ശ്ശോ, നീ എന്തിനാ ഇപ്പൊ അവിടെ ഒളിഞ്ഞു നോക്കാൻ പോയത്? ഞാൻ ഒളിഞ്ഞു നോക്കിയതല്ല, വരുന്ന വഴിക്ക് കേട്ടതാ. അതെ, കൊച്ചു കുട്ടികൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ല, വലിയ കുട്ടി തന്നെയാ. ചേച്ചി ഈ ഇടയായിട്ട് ഇവക്ക് കൂടുന്നുണ്ട് കേട്ടോ. നീ പോയി കിടന്നുറങ്ങിക്ക്. ചെല്ലങ്ങോട്ട്. ചേച്ചിയുടെ ബഹളം കേൾക്കുന്നു. ഓ കുഞ്ഞി അവിടെ കുഞ്ഞി പോവാൻ പോയി കിടന്നുറങ്ങ്. പോയെ. നമ്മള് ബഹളം കേൾക്കാൻ ചെന്നിരിക്കുന്നു. എന്റെ മനസ്സിൽ വേറൊരു ഉദ്ദേശമില്ലെന്ന് ഞാനിങ്ങനെ പാറുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട. എനിക്കറിയില്ല. ഞാൻ പാറുവിന്റെ കാല് പിടിച്ച് പറയാം. എന്റെ പിള്ളേരെയും നാട്ടുകാരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പാറുവിന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ പാറുവിനെ ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണില്ല, ഒരു നോട്ടത്തിലോ വാക്കിലോ പോലും.